Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസ്റ്റോറന്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ്. പനീർ ബട്ടർ മസാല എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണെങ്കിൽ കൊടുത്തിട്ട് നമ്മുടെ കേരളക്കാർക്ക് വളരെയധികം പരിചയമുള്ളതും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ പലപ്പോഴും ധാബകളിലും റെസ്റ്റോറന്റിലും പോയി കഴിച്ചിട്ട് നമ്മൾ പലപ്പോഴും വീട്ടിലുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ആ സെയിം ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ റെസ്റ്റോറന്റിൽ കിട്ടുന്ന മാതിരി ഇല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടും വളരെ ഈസി ആയിട്ടും പനീർ ബട്ടർ മസാല വീട്ടിലത്തെ കിച്ചണിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കേസ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ആദ്യമായി തന്നെ സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി ഇതിലേക്ക് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പം 1.5 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ബട്ടർ മെൽറ്റ് ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസുകളായതെടുത്ത 250 ഗ്രാം പനീർ നമുക്ക് പാനിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിട്ട പനീർ ചെറുതായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം പനീർ എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പനീർ എടുത്ത് മാറ്റിയതിന് ശേഷം സെയിം പാനിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത ഒരു സവോള ഇടാം. ഒരു സവോള ഇട്ട് നമുക്ക് ലൈറ്റായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിട്ട സവോള ഒരു പകുതി കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് റഫ്ലി കട്ട് ചെയ്തെടുത്ത 3 നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ഇടാം. തക്കാളി ഇട്ടതിന് ശേഷം നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി ഉടയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തായി സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം മിക്സി എടുത്ത് വെച്ച് നമ്മൾ കുക്ക് ചെയ്ത ടൊമാറ്റോയും ഒനിയനും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്ത 1/4 കപ്പ് കാഷ്നട്ടും 6 കാശ്മീരി ചില്ലി ഇല്ലാന്നുണ്ടെങ്കിൽ പിരിയൻ മുളകും കൂടെ നമ്മൾ അരമണിക്കൂർ സോക്ക് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അടുത്തായി നമുക്കിത് നല്ലൊരു പേസ്റ്റായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു ഫേവർ ചോദിക്കാനുണ്ട്. നമ്മളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിനും നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാണ്ട് തന്നെ ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തായി നമുക്ക് സെയിം പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഗൈസ്, നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത് വീഡിയോ റെക്കോർഡായില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തായി നമുക്കിതിലേക്ക് 3 ഏലക്കായ, 3 കരയാമ്പൂ, ഒരു മീഡിയം സൈസിലുള്ള കറുവാപ്പട കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അടുത്തായി നമുക്കിതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്ത അരപ്പിട്ടതിന് ശേഷം 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടെ നമുക്ക് പാനിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഹെവി ക്രീം അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ക്രീം ഒഴിച്ചതിന് ശേഷം അതിലൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കസൂരി മെത്തിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോസ് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പനീറും അതിലൂടെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് നമ്മൾ സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആവുന്നതാണ്. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം ഒരു ബോളിലേക്ക് ഇത് മാറ്റാം. ബോളിലേക്ക് പനീർ ബട്ടർ മസാല ഇട്ടതിന് ശേഷം ഇതിൻ്റെ നടുക്ക് തന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇടാം. കുറച്ച് ഫ്രഷ് ക്രീം ഇതിന് മുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയിലകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ പനീർ ബട്ടർ മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചെയ്തിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നിങ്ങളുടെ ഫുഡി ഫുഡ്സ് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്സും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. Bye bye.